മത്തായി കോൺഗ്രസ് സിന്ദാബാദ്. മത്തായി കോൺഗ്രസ് സിന്ദാബാദ്. കേരള കോൺഗ്രസ് മത്തായിക്ക് സ്വന്തം. കേരള കോൺഗ്രസ് മത്തായിക്ക് സ്വന്തം. കേരള കോൺഗ്രസ് മത്തായിക്ക് സ്വന്തം. കേരള കോൺഗ്രസ് മത്തായിക്ക് സ്വന്തം. KT മത്തായി സിന്ദാബാദ്. KT മത്തായി സിന്ദാബാദ്. മതി 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 സിന്ദാബാദ്. അല്ലല്ല, മതി 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 എന്ന് പറഞ്ഞാൽ മുദ്രാവാക്യം മതി എന്നാണ് ഉദ്ദേശിച്ചത്. സോറി. ഓക്കെ. അപ്പോ പാർട്ടിയുടെ നയപ്രഖ്യാപനം മത്തായി സാർ വൈകുന്നേരം പ്രഖ്യാപിക്കും. ഫണ്ട് പിരിവ് ഇപ്പൊ തന്നെ തുടങ്ങിക്കോളൂ. ഫണ്ട് പിരിവ് സിന്ദാബാദ്. ഫണ്ട് പിരിവ് സിന്ദാബാദ്. ബഹളം ഉണ്ടാക്കാതെ പോടെ. പിരിവ് നടത്തിക്കോ. അതിന്റെ കണക്കിന്ന് വൈകുന്നേരം തന്നെ ഏൽപ്പിക്കണം. പൊക്കോ പൊക്കോ പൊക്കോ. ആ അപ്പോഴേ ആ ആ ഇത് ജയൻ വട്ടപ്പാറ ആ കേരള കാഹളത്തിന്റെ സ്വന്തം ലേഖകനാണ്. ഇയാള് മാത്രമേ ഉള്ളൂ? വലിയ പത്രസമ്മേളനമാണെന്നൊക്കെ പറഞ്ഞിട്ട് ബാക്കി ചാനലുകാരും പത്രക്കാരും എന്തിയാടാവേ? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ പറഞ്ഞ പച്ചക്കള്ളം വെച്ച് നോക്കുമ്പോ ഒരുപാട് പേര് വരേണ്ടതാണ്. എന്ത് പറ്റിയതാണാവോ? താൻ എന്ത് കള്ളവാ പറഞ്ഞേ? ആളെ കൂട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞു മത്തായി സാറ് ചത്തുപോയി എന്ന്. എന്നിട്ടും ആളുകൾ വരുന്നില്ലെങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു മത്തായി സാറേ. സത്യം പറയാലോ സാറേ, സാറിന്റെ മരണ വാർത്ത എഴുതി വെച്ചിട്ട് സാറ് ചത്ത് കിടക്കുന്ന ഫോട്ടോ എടുക്കാൻ വന്നാ വലിയ നിരാശയായി പോയി കേട്ടോ. എന്താ ഞാൻ ചത്തു വാങ്ങിയതോ? വട്ടപ്പാറേ, നമ്മൾ അതും ഇതും പറഞ്ഞ് നേരം കളയണ്ട. ഇന്റർവ്യൂ നടക്കട്ടെ. ചോദ്യങ്ങൾ ചോദിച്ചാട്ടെ. ചോദിക്കാം. ഈ മത്തായി കേരള കോൺഗ്രസിന്റെ ഭാവിയെ കുറിച്ചുള്ള പ്രതീക്ഷകൾ എന്തൊക്കെയാ? അയ്യോ, വലിയ പ്രതീക്ഷകളാ. മത്തായി കേരള കോൺഗ്രസ് രൂപീകരിച്ച ഇന്ന് തന്നെ 4 പേര് അംഗങ്ങളായി കഴിഞ്ഞു. ഒന്ന് ഞാന്, 2 കോശി, ഞങ്ങളുടെ 2 ബന്ധുക്കള്. പിന്നെ വേറൊരാൾ നാളെ അംഗമായി കൊള്ളാമെന്ന് എനിക്ക് വാക്കും തന്നിട്ടുണ്ട്. ആണോ? നീ മിടുക്കനാന്നല്ലോടാ കോശി. അടുത്ത ചോദ്യം. പിന്നെ എന്താണ് പുതിയ പാർട്ടിയുടെ ഈ നയം? അയ്യോ, ഞങ്ങൾക്ക് വലിയ നയങ്ങളുണ്ട്. അതായത് ആദ്യമായി ഞങ്ങൾ ചെയ്യാൻ പോകുന്ന കർമ്മ പരിപാടി, ഈ നാഷണൽ ഹൈവേയുടെ ഇരുവശങ്ങളിലും ഞങ്ങൾ റബ്ബർ മരങ്ങൾ അങ്ങ് വച്ചു പിടിപ്പിക്കും. കേരളം എന്നാണല്ലോ നമ്മുടെ നാടിന്റെ പേര്. പക്ഷെ റബ്ബർ വരുന്നതോടുകൂടി കേരവൃക്ഷത്തെ റബ്ബർ മറികടക്കും. കേരളം മാറ്റി ഞങ്ങൾ റബ്ബളം എന്നാക്കും. അങ്ങനെ സംസ്ഥാനത്തിന്റെ പേര് മാറുമ്പോ ഞങ്ങളുടെ പാർട്ടിയുടെ പേരും റബ്ബള കോൺഗ്രസ് എന്നാക്കും. അതോളാം. പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാല് ഈ പാല്, പത്രം എന്നിവയുടെ കൂടെ എല്ലാ വീടുകളിലും റബ്ബറിൽ നിന്നും വാറ്റിയെടുക്കുന്ന ഒരു സൈസ് പുതിയ ചാരായം കൊടുക്കാനുള്ള ഏർപ്പാട് ഞങ്ങൾ ചെയ്യും. അതെന്തിന്? അതെ, ഈ പട്ടിണിയും ദാരിദ്ര്യവും മറക്കാൻ ചാരായത്തിൽ കവിഞ്ഞ് എന്തുണ്ട്? അത് പോയിന്റ്. പിന്നെ ഈ 97 വരെ സാറ് മാണി കേരള കോൺഗ്രസിലായിരുന്നല്ലോ. ആയിരുന്നു. അവിടെ നീ പോരാൻ കാരണം? അതെ, ന്യായമായ ചോദ്യം. ഞാൻ എന്നും ആദർശത്തിന്റെ കൂടെ നിന്നിട്ടുള്ളൂ മിസ്റ്റർ വട്ടപ്പാറ. 97 പാലാ കൺവെൻഷൻ, പാലാ കൺവെൻഷന് ശേഷമുള്ള ഉച്ചഭക്ഷണം ഞങ്ങൾക്കൊക്കെ സാധാ മത്തിക്കറിയും ചോറും, മാണി സാറിന് മട്ടൻ ബിരിയാണി. മാണി സാറ് കഴിച്ച മട്ടന്റെ എല്ലു പോലും സാറിന് കൊടുത്തില്ല. എന്തായാലും അതില് മനന്നൊന്ന് ഞാൻ അപ്പൊ തന്നെ കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിൽ ചേർന്നു. അവിടെയും സാറിന് ആദർശത്തിന്റെ ചില പ്രശ്നങ്ങൾ വന്നു. വീണ്ടും പിറവം കൺവെൻഷനിന്റെ പോസ്റ്ററിൽ സാറിന്റെ ഫോട്ടോയുടെ താഴെ മത്തായി എന്നുള്ളതിന് പകരം മയ്യത്തായി അച്ചടിച്ചു. വേദന തോന്നുന്നു. ആ വേദനയില് മനം നൊന്നിട്ട് ഞാൻ നേരെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ ചേർന്നു. ജോസഫ് അവിടെ ചെന്നപ്പോഴോ ഈ ബക്കറ്റ് പിരിവിന്റെ ടൈമായിരുന്നതേ. അപ്പൊ സാറ് ഞാൻ 10 ബക്കറ്റ് പിരിച്ചു. 10 ബക്കറ്റും അതേപോലെ ജോസഫ് സാറിനെ ഏൽപ്പിച്ചു. പക്ഷെ പിരിച്ചത് വലിയ ബക്കറ്റിലും കൊടുത്തത് ചെറിയ ബക്കറ്റ്. എന്താ അല്ല, ഞാൻ അങ്ങനെ ആയിരുന്നല്ലോ അവരുടെ ആരോപണം. ആൾക്കാരുടെ ആരോപണം അങ്ങനെ ആൾക്കാരുടെ ആരോപണം. ഞാൻ ചെറിയ ബക്കറ്റ് കൊടുത്തെന്ന് അത് കരുതിക്കൂട്ടി ഉന്നയിച്ച ഒരു ആരോപണമായിരുന്നു. അത് വേദനയിൽ മനം നൊന്ത് ഞാൻ ഇന്ന് മത്തായി കേരള കോൺഗ്രസ് രൂപീകരിച്ചിരിക്കുകയാണ്. ഇതിന് ജനങ്ങളുടെ പിന്തുണ വേണം. കോശി, പത്രക്കാരുടെ നമ്മുടെ ആദർശങ്ങളും പ്രഖ്യാപനങ്ങളും നമ്മുടെ നയങ്ങളും വേണ്ടതുപോലെയൊക്കെ എഴുതി കവർ കൊടുക്ക. ഇത് വെച്ചോ. എഴുതി കഴിയുമ്പോ കുറച്ചുകൂടെ വലിയ കവർ. അപ്പൊ ശരി കേട്ടാ. അങ്ങനെ നമ്മുടെ മത്തായി കേരള കോൺഗ്രസ് ഒരു യാഥാർത്ഥ്യമായി. ഇല്ലയോടാ കോശി? എല്ലാം ഭംഗിയായി നടക്കുമെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ മത്തായി സാറേ. ഇനി നമ്മുടെ 2 മക്കളുടെ കാര്യവും കൂടി നടന്നാൽ മതിയായിരുന്നു. നമ്മുടെ അല്ല, എന്റെ മക്കളുടെ. അതെ, എന്റെ മക്കളുടെ കാര്യം നേരെയാക്കാൻ താൻ ഏതാണ്ട് പോംവഴി കണ്ടുവച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ ആയി. അതിനുള്ള ആൾ ഇപ്പോഴെത്തും.
അളപ്പൂത്തോ ആബ്രദാഹ. ആബ്രദാഹയോ അതെന്നാ സാധനമാ? അത് സാധനമല്ല, ആ. ആളിന്റെ പേരാ. ആ ആചാര്യ ബ്രഹ്മചാരി ദാമുഹടയോഗി ആബ്രദാഹ. ഇത് എന്നാ പേരാടാവേ? പേരെന്തായാലും എന്താ, ആ. കേന്ദ്രമന്ത്രിമാര് വരെ അയാളെ കൈ കിട്ടാൻ വേണ്ടി പിടി വലിയ. ആന്നോ? പിന്നെ നിത്യബ്രഹ്മചാരിയല്ലേ. രാഷ്ട്രീയം, സാമ്പത്തികം എന്ന് വേണ്ട സകല വിഷയങ്ങളും അരച്ച് കലക്കി കുടിച്ചിരിക്കുന്ന ആളല്ലേ. ശരിക്കും? പോംവഴികളും നിർദ്ദേശങ്ങളും നിമിഷ നേരം കൊണ്ടല്ലേ. അപാര കഴിവാന്നല്ലോടാവേ. സംശയമുണ്ടോ? എനിക്ക് ആളെ കാണാൻ കുത്തിടുക്കവായി കേട്ടോ. കുണ്ടിലീനി ഭിക്ഷാന്തി. ആളെത്തി കഴിഞ്ഞു. എത്തിയോ? ആ പ്രധാന കുണ്ടിലീനി ഭിക്ഷാന്തി. ഇപ്പോഴും എപ്പോഴും ഭിക്ഷാന്തേഹി ആയിരിക്കട്ടെ. ഇന്നലെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. ആ. അപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിയിലോ മറ്റോ എന്തോ പ്രധാന തിരക്കായിരുന്നു എന്നറിഞ്ഞു. പ്രശ്നം പ്രധാനമന്ത്രിയുടെ വസതിയിലല്ലായിരുന്നു, അദ്ദേഹത്തിന്റെ ഗ്രാമത്തിലായിരുന്നു. ഓ മൻമോഹൻജിയുടെ. അതെ, അദ്ദേഹം എന്നെ രാവിലെ വിളിച്ചു പറഞ്ഞു, മൻമോഹൻജി മേരാ ഗാവ് മേ മെഹത്ത് ബഡാ ബഹുത്ത് സമസ്യ ഹൈ. അയ്യോ, എനിക്ക് ഹിന്ദി വലിയ പിടിയില്ല, മലയാളത്തിൽ പറഞ്ഞാട്ടെ. പറഞ്ഞുതരാം. ആ. എന്റെ ഗ്രാമത്തിലൊരു വലിയ പ്രശ്നമുണ്ട്, ആചാര്യജി തന്നെ അത് സോൾവ് ചെയ്യണം. എനിക്കാണെങ്കിൽ വൈകുന്നേരം അർജുൻ സിംഗിന്റെ അമ്മായിയപ്പന്റെ ഹോമം ഹരിയാനയിൽ, ആകെ കൂടെ ചിന്താക്കുഴപ്പമായി. അപ്പോൾ സോണിയാജി നേരിട്ട് വിളിച്ചു പറയാണ്, ടു ഹെൽപ്പ് വിത്ത് അർജുൻ സിംഗ് ഹെൽപ്പ് മൻമോഹൻ സിംഗ്. അപ്പോൾ തന്നെ 25 ഹടയോഗികളുമായിട്ട് നേരെ ലൂധിയാനയ്ക്ക് പുറപ്പെട്ടു. പാട്യാല സ്റ്റേഷനിലെത്തിയപ്പോൾ എനിക്കൊരു ഉൾവിളി. ഒരു പരിപ്പോടെയും ചായയും കഴിക്കണോ? ഇതൊരുമാതിരി ചീപ്പ് ഉൾവിളി ആയി പോയല്ലോ. പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയപ്പോൾ അവിടെ നിൽക്കുന്നു ഡെയിലർ മെഹന്തി. ഓ, ആചാര്യയുടെ ഉടുപ്പിന് അളവെടുക്കാൻ വേണ്ടി ആയിരിക്കും ഇല്ലയോ? എന്ത്? അല്ല, ടൈലറോടോ കാത്തു നിൽക്കുന്നെന്ന് പറഞ്ഞായിരുന്നു. കുണ്ടിലേനി ഭിക്ഷാന്തി. ടൈലർ അല്ല, ടൈലർ മെഹന്തി വലിയ പാട്ടുകാരനല്ലേ. പാട്ടുകാരനാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? 1.5 മാസമായി അയാളുടെ തൊണ്ട തുറക്കുന്നില്ല. എന്റെ കാലേ വീണ് പൊട്ടിക്കരഞ്ഞു. ഞാൻ ഉടനെ തന്നെ കുരുമുളക് ഭസ്മം എടുത്ത് ജപിച്ച് അവന്റെ അണ്ണാക്കിലോട്ട് ഇട്ടു. പിന്നെ തുറന്നൊരു പാട്ടാണ്. ശരിക്കും തൊണ്ട തുറന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായത് അടുത്ത സ്റ്റേഷനിൽ ചെന്നപ്പോഴും അവന്റെ പാട്ട് എനിക്ക് കേൾക്കാമായിരുന്നു. ഹായ റബ്ബ ഹായ റബ്ബ ഹായ റബ്ബ ഹായ റബ്ബ ഹായ റബ്ബ ഹായ റബ്ബ. പ്രധാനമന്ത്രിയുടെ വസതിയിൽ എന്തായിരുന്നു പ്രശ്നം? മാസം തികഞ്ഞിട്ടും ദിൽജിത്ത് കൗർ പ്രസവിക്കുന്നില്ല. ഓ, ദിൽജിത്ത് കൗർ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയുടെ മകൾ അല്ലേ? മകളല്ല, അവിടുത്തെ പശു. ഉടനെ തന്നെ ഞാനും ഹടയോഗിക്കൊണ്ട് നേരെ സോമയാഗം ആരംഭിച്ചു. ഒരു 12-12:30 മണി സമയമായപ്പോൾ ഇടിവറ്റി മഴ പെയ്തു. പശുവും പ്രസവിച്ചു. അപാര കഴിവാന്നല്ലോടാ. ഞാൻ പറഞ്ഞില്ലേ. ഇവിടെ എന്താണ് പ്രശ്നം? ഇവിടത്തെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എന്റെ മകന് വേണ്ടി ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്, മത്തായി കേരള കോൺഗ്രസ്. അവനെ ഖജാൻജി ആക്കിയില്ലെങ്കിൽ പാർട്ടി ഫണ്ട് മുഴുവൻ വെളിയിലോട്ട് പോകും. പക്ഷെ അവനൊരു ചെറിയ പ്രശ്നമുണ്ട്, പറഞ്ഞു കൊടുത്തേ കോശി. അതായത് ഒന്നിലും ഒരു ഉത്സാഹമില്ല. ഉത്സാഹമില്ല. ഇരുന്നാൽ ഇരുന്നിടത്ത്, കിടന്നാൽ കിടന്നെടുത്ത്. അടയോഗി അതൊന്നും നേരെയാക്കി അവനെ ശരിപ്പെടുത്തി തരണം. ഓക്കെ, ആ പ്രശ്നം തീർന്നിരിക്കുന്നു. എന്താണ് രണ്ടാമത്തെ പ്രശ്നം? രണ്ടാമത്തെ പ്രശ്നം പറഞ്ഞേ അത് കോശി. സാറിന്റെ മകള് സൂസി മോള് സൂസി മോള് വെറും ഒരു പഞ്ചപാവ. ആ. ആരെന്ത് പറഞ്ഞാലും കേൾക്കും. ആ. മനക്കെട്ടിയില്ല. ഓ. ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ അറിയാലോ, ആ. ഒരുപാടെണ്ണം അവളുടെ ചുറ്റും കൂടിയിരിക്കുക. ആ. ചെറുപ്പക്കാരത്തി പെണ്ണല്ലേ. ആ. വല്ലതും സംഭവിച്ചു പോയാൽ മത്തായി സാറിന്റെ പാർട്ടിയും തരിപ്പണമായി പോകും. ചെറുപ്പക്കാരുടെ ചതി കുഴി പെടാതെ അവൾക്ക് വേണ്ട ധൈര്യം കൊടുത്ത് പ്രാപ്തയാക്കി തരണം. ഈ 2 കേസുകളും ഞാൻ ഏറ്റിരിക്കുന്നു. ഈ നിസ്സാര കാര്യത്തിന് വേണ്ടിയാണോ എന്നെ ഡൽഹിയിൽ നിന്ന് വരുത്തിയത്? 2 കുട്ടികളെയും വിളിക്കൂ. അല്ല, മോൻ ഉറക്കമാ. ആ. അവനെങ്ങനെയാണെന്ന് വെച്ചാൽ തലേദിവസം രാത്രി ഊണ് കഴിച്ച് കിടന്നുറങ്ങിയാൽ പിന്നെ പിറ്റേന്ന് ഉച്ചക്ക് 2 മണിക്കേ ഉണരൂ വീണ്ടും ഊണ് കഴിക്കാൻ. ഓ, അപ്പൊ മകളെ വിളിക്കൂ. മോളെ വിളിക്കാം. മോളെ സൂസി, സൂസി മോളെ. എന്താ അപ്പച്ചാ? ആ, വന്നേ മോളെ. മോളെ, ഇത് ഹടയോഗി സ്വാമി. ഈ സ്വാമി ലൂധിയാനയില് പശുവിന്റെ പ്രസവം എടുത്തിട്ട് നേരെ ഇങ്ങോട്ട് വന്നിരിക്കുക. എന്തിനാ വേണ്ടാത്ത കാര്യങ്ങൾ കുട്ടികളോട് പറയുന്നത്? പ്രസവത്തിന്റെ കാര്യമൊന്നും പറയണ്ട. ഓ, ഇപ്പൊ പറയണ്ട. മോളെ, ഇത് മഹാജ്ഞാനിയായിട്ടുള്ള ഒരു മനുഷ്യനാണ്. പല കാര്യങ്ങളിലും മോളെ ഉപദേശിച്ച് മോൾക്കത് വലിയ നന്മ ചെയ്യും ഭാവിയിൽ. അപ്പൊ നമുക്ക് മോനെ ഉണർത്താൻ പറ്റുമെന്ന് നോക്കാം. അവര് സംസാരിക്കട്ടെ. ഓ, ശരി. എന്താണ് കുട്ടിയുടെ പ്രശ്നങ്ങൾ? പറഞ്ഞോളൂ, എല്ലാത്തിനും പരിഹാരം നടക്കും. സത്യമായിട്ടും ഹടയോഗികൾ സത്യമേ പറയാറുള്ളൂ. ഞാൻ ഒരുപാട് ചിന്താകുഴപ്പത്തിലാണ് സ്വാമി. എന്ത് ചിന്താക്കുഴപ്പം? അത്
കുറെ ആൺകുട്ടികൾ എനിക്ക് പ്രേമലേഖനങ്ങൾ അയക്കും. അതിനുള്ള മറുപടി ഞാൻ നേരിട്ട് കൊടുക്കുന്നതാണോ നല്ലത്, അത് പോസ്റ്റിൽ അയക്കുന്നതാണോ നല്ലത്? ബെസ്റ്റ് ചിന്താക്കുഴപ്പം. അപ്പൊ ഏതായാലും മറുപടി കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു അല്ലേ? അല്ലെങ്കിൽ അവരുടെ മനസ്സ് വേദനിക്കില്ലേ സ്വാമി? വേദനിക്കും, വേദനിക്കും. എന്നിട്ട് ഇതേ ആൺകുട്ടികൾ തന്നെ 1-2 ദിവസത്തെ പിക്നിക്കിന് പോകാന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കുന്നുണ്ട്. അത് ഞാൻ അപ്പച്ചനോട് ചോദിച്ചിട്ട് പോകുന്നതാണോ നല്ലത്, അത് ചോദിക്കാണ്ട് പോകുന്നതാണോ നല്ലത്? ഇതും തരക്കേടില്ലാത്ത ഒരു ചിന്താക്കുഴപ്പമാണ്. അപ്പോൾ പിക്നിക്കിന് പോകാൻ തന്നെ തീരുമാനിച്ചു. അല്ലെങ്കിൽ അവരുടെ മനസ്സ് വേദനിക്കില്ലേ സ്വാമി? വേദനിക്കും, വേദനിക്കും. പിന്നെ വേറെന്തെങ്കിലും ചിന്താക്കുഴപ്പങ്ങൾ? പിന്നെ എനിക്കിപ്പോ വേറെ ഒരാളോട് പ്രേമം തോന്നി തുടങ്ങിയിട്ടുണ്ട്. അത് അയാളോട് നേരിട്ട് പറയുന്നതാണോ നല്ലത്, അതോ അപ്പച്ചൻ വഴി പറയുന്നതാണോ നല്ലത്? കുഞ്ഞേ, ഇപ്പോൾ ആരോടും ഒന്നും പറയാൻ പോകണ്ട. ഇപ്പോൾ പഠിക്കേണ്ട സമയമാണ്. പഠിക്കേണ്ട സമയത്ത് പഠിച്ചാൽ മതി. പഠിത്തവും പ്രേമൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകാനാ ഞാൻ നോക്കുന്നത്. എനിക്ക് സ്വാമിയുടെ ഉപദേശം ഒന്നും വേണ്ട. എന്റെ പ്രേമ അയാളോട് നേരിട്ട് പറയാൻ തന്നെ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഐ ലവ് യു ഹടയോഗി. എന്ത്? എനിക്ക് ഹടയോഗി ഇഷ്ടമാണെന്ന്. ഋഷികേശത്തും ഹിമാലയത്തും ഘോര തപസ് ചെയ്ത് ഒരു നിത്യബ്രഹ്മചാരിയുടെ മുഖത്ത് നോക്കിയാണോ കുട്ടി ഇത് പറഞ്ഞത്? ഒരാളോട് ഇഷ്ടം തോന്നി അത് തുറന്നു പറയാതിരിക്കുന്ന തെറ്റ്. എനിക്ക് ഹടയോഗി ഇല്ലാതെ ജീവിക്കാനേ പറ്റൂല. കുട്ടിയെ ഉപദേശിച്ച് നേരെയാക്കാവുന്നുള്ള എന്റെ പ്രതീക്ഷ ഇവിടെ അസ്തമിക്കുന്നു. ഇനി ഒരൊറ്റ മാർഗമേ ഉള്ളൂ. എന്ത് മാർഗം? അടുത്തു വരൂ, നമുക്ക് ഒളിച്ചോടാം. ഹടയോഗി 7 മണിക്ക് ബൊക്കാറോ എക്സ്പ്രസ് ഉണ്ട്. കിട്ടാവുന്നത്ര സ്വർണവും കാശും എടുത്തുകൊണ്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരിക. അവിടെ ഞാൻ കാത്തു നിൽക്കും. 7:30-ക്കാണ് ബൊക്കാറോ. അപ്പൊ നാളെ രാവിലെ നമ്മുടെ കല്യാണം. നാളെ രാവിലെ കല്യാണം, ഇന്ന് രാത്രി ഹണിമൂൺ. തരാം. 7:15 ബൊക്കാറോ. ഞാൻ അച്ഛനെ കഴിച്ചോളാം കഞ്ഞി. മകളുടെ കാര്യമെല്ലാം ഞാൻ ശരിയാക്കി. ഇനി ലൈഫിൽ അവൾ ആരെയും പ്രേമിക്കത്തില്ല. ആണോ? ഞാൻ പറഞ്ഞില്ലേ എന്താ ഈ- കഴിവ്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല കേട്ടോ. മറക്കുമെന്ന് തോന്നുന്നില്ല. ഇനി ഇതേപോലെ എന്റെ മോന്റെ കാര്യം കൂടെ ഒന്ന് പരിഹരിച്ച് തരണം. അത് വേറെ റൂട്ട്, ഇത് വേറെ റൂട്ട്. അളിയന്റെ പേരെന്താ? അല്ല, പിന്നെ മോന്റെ പേരെന്താ? പറയൂ. ഞാൻ പറയത്തില്ല. എന്താ? എനിക്ക് കഷ്ടപ്പെടാൻ വയ്യ, എനിക്ക് മടിയാ. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഒന്നിനൊരു ഉത്സാഹമില്ല. ശരിയാക്കി തരാം, ശരിയാക്കി തരാം. മോനെ, വലിയ വലിയ മഹാരഥന്മാരെ കേട്ടിട്ടുണ്ടോ? അവരൊക്കെ ചെറുപ്പത്തിൽ മടിയന്മാരായിരുന്നു. ഉദാഹരണത്തിന് ആർക്കിമീഡിയസ്. അദ്ദേഹം ഏതോ ഒരു മരച്ചവിട്ടിൽ പോയി കിടന്നപ്പോൾ അദ്ദേഹത്തിന്റെ തലയിൽ ഒരു ആപ്പിൾ വീണു. അവിടെ നല്ലയോ പിടിച്ചു പിടിച്ച് കയറിയത്. അങ്ങനെയുള്ള മഹാരഥന്മാരുടെ ജീവചരിത്ര ഗ്രന്ഥങ്ങൾ ഞാൻ മോന് തരാം, വായിക്കണം കേട്ടോ. ഞാൻ വായിക്കത്തില്ല. അതെന്താ? എനിക്ക് കഷ്ടപ്പെടാൻ വയ്യ, എനിക്ക് മടിയാ. വേറൊരു റൂട്ടുണ്ട്. മോനെ ജോണി കുഞ്ഞെ, ഊർജ്ജസ്വലമായ ഒരു ഹൃദയമുണ്ടെങ്കിലേ ഊർജ്ജസ്വലമായ ഒരു ശരീരമുണ്ടാകും. ഊർജ്ജസ്വലമായ ഒരു ശരീരം ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ ഹടയോഗികളുടെ ഇടയിൽ ചില ചപ്പടി വിദ്യകളുണ്ട്. അതായത് ഈ കാലെടുത്ത് ഇങ്ങനെ വെച്ച്. ഞാൻ ചെയ്യത്തില്ല. അതെന്താ? എനിക്ക് കഷ്ടപ്പെടാൻ വയ്യ, എനിക്ക് മടിയാ. വേറൊരിടമുണ്ട്. മോനെ ജോണി, ഇനി വന്നേ, ഇങ്ങോട്ട് വാ. ഇനി വന്നേ. ഓക്കെ, എല്ലാ പ്രശ്നങ്ങളും സോൾവ്. ഇവന്റെ ഏനക്കേട് എന്താന്നുള്ളത് എനിക്ക് മനസ്സിലായി. ആണോ? മത്തായി സാറ് എത്രയും പെട്ടെന്ന് ഒരു ശുഭമുഹൂർത്തത്തിൽ മകന്റെ കല്യാണം നിശ്ചയിച്ചോളൂ. അയ്യോടാ, ആണോടാ? നീ കല്യാണത്തിന് സമ്മതിച്ചോടോ? കല്യാണത്തിനൊക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണ്? എനിക്ക് 1-2 കുട്ടികളുള്ള ഒരു പെണ്ണിനെ മതി. അതെന്താ? എനിക്ക് കഷ്ടപ്പെടാൻ വയ്യ, എനിക്ക് മടിയാ. എനിക്ക് 7:15 ഒരു ബക്കാറോ ഉണ്ട്. അവിടെ എത്തേണ്ട സമയമായി. ഓക്കെ സ്വാമി